ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയും ദൈവത്തിൻ്റെ വലിയ സ്നേഹവും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം നയിക്കപ്പെടുന്ന ഒരു ഇടപെടലും ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവും നമ്മൾ ഈ നിമിഷം ദൈവത്തോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുകയാണ്. അവിടുന്ന് തിരുവചനത്തിൽ നമ്മളോട് പറയുന്ന ഒരു വചനമുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അവർണ്ണനീയം. എൻ്റെ കർത്താവേ, നീ എന്നെ നിന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ചിന്തി ജീവൻ നൽകിയ ദൈവമാണ്. നീ ഞങ്ങളെ നിന്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി വീണ്ടെടുത്തെങ്കിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. അത് ഞങ്ങളുടെ വിളിയാണ്. അത് ഞങ്ങൾ മറ്റൊരു മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടതല്ല. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബോധ്യങ്ങള് ദൈവമേ നിന്റെ വലിയ കൃപയുടെ നിറവില് ആയിരുന്നുകൊണ്ട്, നിന്നോടൊപ്പമായിരുന്നുകൊണ്ട് പ്രഘോഷിക്കുവാൻ ഞങ്ങളെ വിളിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ്. നിമിഷം ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കുറിച്ച് ഇപ്പോൾ 2 വചനം 1 കൊറിന്തോസ് 7:17 മുതലുള്ള തിരുവചനങ്ങൾ, വിളി അനുസരിച്ച് ജീവിക്കും. നിന്നെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അമ്മയുടെ ഉദരത്തിന് ഉരുവായപ്പോൾ മുതൽ നിന്നെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. അത് എന്റെ നിന്റെ കഴിവല്ല, എന്റെ നിന്റെ കടമയാണ്. നിന്റെ പേര് ചൊല്ലി വിളിച്ച ദൈവം നിങ്ങൾ പറയുന്നു, ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് നീ ജീവിക്കണം. എന്താണ് ദൈവമേ എന്നെ കുറിച്ചുള്ള നിയോഗം അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള വിളി എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ താല്പര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ നമ്മളുടെ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് ആ ഒരു ദൈവരാജ്യ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കുവാൻ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എന്താണ് ദൈവം നൽകിയ സ്വാതന്ത്ര്യം? ദൈവം നൽകിയ സ്വാതന്ത്ര്യം അത് ആത്മീയമാകാം, അതിപ്പോ നമ്മുടെ ശാരീരിക മാനസിക തലങ്ങളെ ബന്ധപ്പെടുത്തിയാവാം, നമ്മുടെ സൈക്കോ ഫിസിക്കൽ ആ ഒരു എബിലിറ്റിയെ വളർത്തുന്നതാവാം. എന്തുമായിക്കോട്ടെ, നീ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലാണോ നീ ജീവിക്കുന്നതെന്ന് അറിയുവാൻ ദൈവ സ്നേഹത്തെ നീ അനുഭവിച്ചറിയേണ്ട സമയം ഇപ്പോൾ ആയിരിക്കുന്നു. ദൈവമേ, അവിടുന്ന് പറയുകയാണ്, നീ ഇപ്പോൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നീ അടിമ അവസ്ഥയിലാണെങ്കിൽ ദൈവം എന്ന് പറയുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്. നിന്റെ തലയിലെ ഒരു തലമുടി നാല് പോലും ഞാൻ അറിയാതെ നിലത്ത് വീണ് അഴുകുന്നില്ല. അത്രയ്ക്ക് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവം പറയുകയാണ്, നിന്റെ ഒരു തലമുടി നാല് പോലും നിലത്ത് വീണ് ഞാൻ അറിയാതെ നിലത്ത് വീണ് അഴുകുന്നില്ല. ദൈവം അവിടെ പറയുന്നു, നീ എനിക്ക് പ്രിയങ്കരനായതുകൊണ്ട്, നീ എനിക്ക് വിലപ്പെട്ടവനായതുകൊണ്ട്, നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിനക്ക് ഞാൻ ധരിക്കുന്ന ഫ്രീ വിൽ, നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാം. നിന്റെ മുമ്പിൽ ജീവൻ ഇരിപ്പുണ്ട്, നിന്റെ മുമ്പിൽ മരണം ഇരിപ്പുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള എടുക്കാം. എങ്കിലും ദൈവം നിനക്ക് അതിനുള്ള ഒരു അവകാശം ഫ്രീ വിൽ നിനക്ക് നൽകും. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, ദൈവമേ നീ എനിക്ക് നൽകിയ ജീവനും ജീവിതവും നിനക്ക് വേണ്ടി ഓടുവാനും, നിന്റെ കൈകളാകുവാനും, നിന്റെ കാലുകളാകുവാനും, നിന്റെ കണ്ണുകളാകുവാനും, നിന്റെ ചെവികളാകുവാനും വേണ്ടിയാണ്. നമ്മുടെ പോൾ 6 പാപ്പ പറയുന്നു, ഇന്നിന്റെ സമൂഹത്തില്, ഇന്ന് ആയിരിക്കുന്ന ഈ സമൂഹത്തില് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിക്കുന്ന സുവിശേഷകരായി മാറപ്പെടുവാൻ പറ്റിയ, ജീവിക്കുന്ന സുവിശേഷകരായി മാറപ്പെടാൻ പറ്റിയ പ്രേക്ഷിത ചൈതന്യമുള്ള കൂട്ടായ്മകളെയാണ് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം. ഈ കൂട്ടായ്മയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ജീവിക്കുന്ന ദൈവത്തെ അതിൻ്റെതായ സത്തയോടുകൂടി, ദൈവിക സാന്നിധ്യത്തിന്റെ മഹിമയോടുകൂടി നമ്മൾ പറയണം, അത് പ്രഘോഷിക്കപ്പെടണം. അത് എന്തു തന്നെയായാലും, നിന്റെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എന്ത് സഹനങ്ങളുണ്ടായാലും, എന്ത് കുറവുകളുണ്ടായാലും, നീ ദൈവത്തെ പ്രഘോഷിക്കുവാനും ദൈവത്തിന്റെ തിരുമുമ്പില് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് പുറപ്പെടുവിക്കുവാനുള്ള മനോഭാവം നിനക്കുണ്ടാവണം. അത് യേശു നമ്മൾ പറയുന്നു, നീ എന്റെ ഏറ്റവും വിലപ്പെട്ട മകൻ. യേശു അവിടെ നമ്മൾ പറയുന്നു, നീ എന്റെ വിലപ്പെട്ട മകനാണ്. നിന്റെ നിയോഗവും നിന്റെ വിളിയും എന്താണോ അത് നീ തിരിച്ചറിഞ്ഞിട്ട്
അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവമേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നിന്റെ കൃപയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങളെ, ഇവിടെ കൂടെ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഒന്നേ പറയാനുള്ളൂ, നിന്റെ ജീവിതത്തില് യഥാർത്ഥ സന്തോഷവും നിന്റെ ജീവിതത്തില് യഥാർത്ഥ സ്വാതന്ത്ര്യം നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം നിനക്ക് ചൊരിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്നിലെ തടസ്സമായി നിൽക്കുന്ന ചില പാപ സാഹചര്യങ്ങൾ, നീ തടസ്സമായി നിൽക്കുന്ന ചില പോരായ്മകള് ആ ദൈവസന്നിധിയില് നീ മാപ്പ് പറഞ്ഞ് ദൈവസന്നിധിയില് നീ മാനസാന്തരപ്പെട്ട് കടന്നു വന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായി മാറ്റപ്പെടും. ധൈര്യമായി ദൈവസന്നിധിയിൽ ആയിരിക്കുവാനും ദൈവത്തോട് നിന്റെ സ്നേഹം നീ ദൈവം നൽകിയ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കൃപയ്ക്കായി ദൈവം നിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ദൈവത്തിന്റെ വലിയ കൃപയും കരുതലും അനുനിമിഷം നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും സകല മാലാഖമാരുടെ സകല വിശുദ്ധന്മാരുടെ നമ്മുടെ കൂടിയായിരിക്കുന്ന സകല വാഴ്ത്തപ്പെട്ടവരുടെ വലിയ സാന്നിധ്യവും മഹിമയും നമ്മുടെ കൂട്ടായ്മ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടേക്കും അത് ശരിയപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടൽ എല്ലാ മനുഷ്യർക്കും പ്രിയപ്പെട്ട പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം സമർപ്പിച്ച ദൈവം തന്ന ഈ വലിയ കൃപയ്ക്ക് നന്ദിയോടുകൂടി ആയിരിക്കുന്നു. ആമേൻ.